Okay, so ഈ ഓരോ കമ്പോണൻസ് റെസിസ്റ്റേഴ്സ് ഡയോഡ്സ് ട്രാൻസിസ്റ്റേഴ്സ് അങ്ങനെയുള്ള ആക്റ്റീവ് കമ്പോണന്റ് മാനുഫാക്ചറേഴ്സ് അവർ മാർക്കറ്റ്സിൻ്റെ എല്ലാം ഒരു ഡേറ്റ ഷീറ്റ് പ്രൊവൈഡ് ചെയ്യും. സാധാരണ അവരുടെ സൈറ്റിൽ അപ്ലോഡ് ചെയ്യും. പിന്നെ അല്ലെങ്കിൽ കാറ്റലോഗ്സിൻ്റെ ബുക്കുകളുടെ ഫോമിലൊക്കെ, അതൊക്കെ പണ്ട് ബുക്കിൻ്റെ ഫോമിലും മറ്റും ഈ ഡേറ്റ ഷീറ്റ്സ് സപ്ലൈ ചെയ്തിരുന്നു. ഇപ്പോൾ വന്ന് നെറ്റിൽ അവൈലബിൾ ആയിരിക്കും. അവരുടെ സൈറ്റിൽ നമ്മൾ ചെന്ന് ഈ പാർട്ട് നമ്പർ വെച്ച് സെർച്ച് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഈ ഡേറ്റ ഷീറ്റ് കിട്ടും. സോ ഈ ഡേറ്റ ഷീറ്റ് ബേസിക്കലി ആ ഒരു കമ്പോണൻറ്റിനെ കുറിച്ചുള്ള ഒരു സർക്യൂട്ട് ഡിസൈനറിന് അറിഞ്ഞിരിക്കേണ്ട എല്ലാ കാര്യങ്ങളും ഉള്ള ഒരു 3 or 4 പേജ് ഡോക്യുമെൻ്റ് ആണ്. ഓക്കെ, സോ ഇതിൽ എന്തൊക്കെ ഉണ്ടാകുമെന്ന് നമുക്കൊന്ന് നോക്കിക്കളയാം. ഓക്കെ, സോ ഇത് 1N4148 എന്ന് പറയുന്ന ഒരു ഡയോഡിൻ്റെ ഡേറ്റ ഷീറ്റാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഓക്കെ, സോ ഈ ഒരു ഡേറ്റ ഷീറ്റ് എന്ന് പറയുന്നത് കുറേ പാർട്സിന് വേണ്ടിയിട്ടുള്ള, അതായത് കുറേ പാർട്സിന് വേണ്ടിയിട്ട് കമ്പൈൻഡ് ആയിട്ടുള്ള ഡേറ്റ ഷീറ്റാണ്. ഇതിൻ്റെ ടൈറ്റിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, 1N FDLL, 1N അല്ലെങ്കിൽ FDLL 914 അതിൻ്റെ AAB, 916 അതിൻ്റെ AAB, അതായത് 1N914, 1N914A, 1N914B, 1N916A, 1N916B, 1N4148, 1N4448. സോ ഇത്രയും പാർട്സിന് വേണ്ടിയിട്ടുള്ളത്. അതുകൂടാതെ FDLL 914A, FDLL 914B, FDLL 916A, 916B, അങ്ങനെ ഇത്രയും പാർട്സിനും കൂടെ വേണ്ടിയിട്ടുള്ള ഒരു കമ്പൈൻഡ് ഒരു ഡേറ്റ ഷീറ്റാണ്. ഇതിൻ്റെ എല്ലാം ക്യാരക്ടറിസ്റ്റിക്സ് അപ്രോക്സിമേറ്റ്ലി സെയിം ആണ്. കുറേയൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ് സെയിം ആണ്. ഡിഫർ ചെയ്യുന്ന ക്യാരക്ടറിസ്റ്റിക്സ് അവിടെ ഡേറ്റ ഷീറ്റിൽ സെപ്പറേറ്റ് ആയിട്ട് സ്പെസിഫൈ ചെയ്തിരിക്കും, ഏതൊക്കെയാണ് ഡിഫർ ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. ഓക്കെ, സോ അങ്ങനെയുള്ള ഒരു കമ്പൈൻഡ് ഡേറ്റ ഷീറ്റാണ് ഇത്. സോ മെനി ഡിവൈസസിന് ഇങ്ങനെയുള്ളൊരു കമ്പൈൻഡ് ഡേറ്റ ഷീറ്റ് ആയിരിക്കും തരുന്നത്. കാരണം ചില രണ്ട് ഡിവൈസസ് തമ്മിൽ സ്ലൈറ്റ് ഡിഫറൻസസേ കാണുള്ളൂ. മേ ബി ടെമ്പറേച്ചർ റേഞ്ച് ഒരെണ്ണത്തിന് കുറച്ചുകൂടെ കൂടുതലായിരിക്കാം കമ്പയർഡ് ടു അനദർ വൺ. സോ കൊമേഴ്ഷ്യൽ ഗ്രേഡിലുള്ളതിനേക്കാളും കുറച്ചുകൂടെ ടെമ്പറേച്ചർ റേഞ്ച് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും മിലിറ്ററി ഗ്രേഡിലുള്ള ഒരു ഡിവൈസ്. സോ അപ്പോൾ അത് രണ്ടിൻ്റെയും കൂടെ ബാക്കി പാരാമീറ്റേഴ്സ് എല്ലാം സെയിം ആയിരിക്കും. ഫ്രീക്വൻസി ക്യാരക്ടറിസ്റ്റിക്സും ബാക്കി വോൾട്ടേജ് ക്യാൻ വിത്ത്സ്റ്റാൻഡ് അങ്ങനെയുള്ള പാരാമീറ്റേഴ്സ് എല്ലാം സെയിം ആയിരിക്കും. അപ്പോൾ ഓൺലി ഡിഫറൻസ് ഇതാണെന്നുണ്ടെങ്കിൽ ഇത് മാത്രം സ്പെസിഫൈ ചെയ്യും ഡേറ്റ ഷീറ്റ്. സോ കമ്പൈൻഡ് ഡേറ്റ ഷീറ്റ്സ് അങ്ങനെ വളരെ കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, സോ ആദ്യമേ ഇതിൻ്റെ ഡേറ്റ ഷീറ്റ് തുടങ്ങുമ്പോൾ തന്നെ ആദ്യമേ ഇതിൻ്റെ ഹെഡിങ് ഒക്കെ ഉണ്ട്. എന്ത് പാർട്ടിനെ കുറിച്ചുള്ള ഡേറ്റ ഷീറ്റാണിത്. പിന്നീട് അതിൻ്റെ ഒരു മെക്കാനിക്കൽ ഇൻഫർമേഷൻ ഉണ്ട്. അതിൻ്റെ ഒരു ഡയഗ്രമാണ് നമുക്കിവിടെ കാണിച്ചിരിക്കുന്നത്. ഒരു ത്രൂ ഹോൾ കമ്പോണൻ്റ് ആയിട്ട്, അതായത് പിൻ സോൾഡർ ചെയ്ത് വെക്കുന്ന ത്രൂ ഹോൾ കമ്പോണൻ്റ് ഉണ്ട്. DO35 എന്ന് പറയുന്ന ഒരു പാക്കേജും ഉണ്ട്. സർഫസ് മൗണ്ട് ഒരു പാക്കേജും ഉണ്ട്. ഓക്കെ, സോ ഈ രണ്ട് പാക്കേജസിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. അതിൽ സർഫസ് മൗണ്ട് പാക്കേജിൽ പാർട്ട് നമ്പർ കളർ കോഡ് യൂസ് ചെയ്ത് കളർ ബാൻഡ് വെച്ചാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ കളർ ബാൻഡിങ് ഇൻഫർമേഷൻ എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതിനെയും എന്ത് ടൈപ്പ് ഓഫ് ഡയോഡാണെന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ബ്രീഫ് ഡിസ്കഷനുണ്ട്. സോ ഇവിടെ ഈ ഒരൊറ്റ സിംഗിൾ ലൈൻ സ്റ്റേറ്റ്മെൻറ്റും ഉണ്ട്. അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എവിഡൻ്റ് ആണ്, ഹൈ കണ്ടക്റ്റൻസ്, ഫാസ്റ്റ് ആയിട്ടുള്ള. പക്ഷേ ഇത് ഒരു ട്രാൻസിസ്റ്റർ വരുമ്പോഴോ അല്ലെങ്കിൽ മറ്റൊരു IC ഒക്കെ വരുമ്പോഴത്തേക്കിന് ഒരു സിംഗിൾ ലൈനിൽ വെച്ച് നമുക്കിത് മനസ്സിലായെന്ന് വരത്തില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു മൾട്ടി ലൈൻ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കാണും, ഒരു പാരഗ്രാഫ് ഡിസ്ക്രിപ്ഷൻ കാണും, ഒരു ഇൻട്രൊഡക്ഷനായിട്ട് ഉള്ളൊരു എന്ത് ഡിവൈസ് ആണെന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ഇൻഫർമേഷൻ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് വരുമ്പോഴത്തേക്കിന് അബ്സല്യൂട്ട് മാക്സിമം റേറ്റിംഗ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ട്. സോ ഇത് എല്ലാ ഡിവൈസസിനും ഇങ്ങനെ ഒരു സെക്ഷൻ കാണും. അബ്സല്യൂട്ട് മാക്സിമം റേറ്റിംഗ്സ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ കാണും.
സോ ഈ റേറ്റിങ്സിൽ നമുക്ക് എന്തൊക്കെയുണ്ട്? വർക്കിംഗ് ഇൻവേഴ്സ് വോൾട്ടേജ്, മാക്സിമം റിവേഴ്സ് വോൾട്ടേജ്, ഡയോഡിൽ റിവേഴ്സ് ബയാസ് ചെയ്യാവുന്ന മാക്സിമം വോൾട്ടേജ് എത്രയാണെന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. 75 volts ആണ് ഈ ഡയോഡ് വിസ്റ്റാൻഡ് ചെയ്യുന്ന മാക്സിമം റിവേഴ്സ് വോൾട്ടേജ്. ആവറേജ് റെക്ടിഫൈഡ് കറണ്ട്, ഒരു സിംഗിൾ ഡയറക്ഷനിലുള്ള ആവറേജ് കറണ്ട് 200 mA ആണ്, DC ഫോർവേഡ് കറണ്ട്. സോ അങ്ങനെ ഉള്ള ഡിഫറെൻറ്റ് പാരാമീറ്റേഴ്സ് ഉണ്ട്. ഓക്കെ, സോ ഈ പാരാമീറ്റേഴ്സ് അബ്സല്യൂട്ട് മാക്സിമം റേറ്റിംഗ്സ് ആണ്. അതായത് ഇതൊരിക്കലും എക്സീഡ് ചെയ്യാൻ പാടില്ല. ഇത് എക്സീഡ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ഡിവൈസ് തന്നെ ഡാമേജ്ഡ് ആവും. പിന്നീട് അത് റീയൂസ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഇത് ഡാമേജ്ഡ് ആകും. അല്ലെങ്കിൽ ഇതിനകത്ത് റിമൈനിങ് സെക്ഷൻസിൽ പറഞ്ഞിരിക്കുന്ന ഈ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ അതിൻ്റെ ആ ലിമിറ്റിൽ നിന്നും വെളിയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. സോ ഇതൊക്കെയാണ്. അതുകൊണ്ട് തന്നെ ഈ അബ്സല്യൂട്ട് മാക്സിമം റേറ്റിംഗ്സിനുള്ളിൽ നമ്മൾ എപ്പോഴും നിൽക്കാം. അതുകൊണ്ടാണ് അതിന് അബ്സല്യൂട്ട് മാക്സിമം റേറ്റിംഗ്സ് എന്ന് പറയുന്നത്. സോ ഈ റേറ്റിംഗ്സ് ഒരു കാരണവശാലും നമ്മൾ എക്സീഡ് ചെയ്യാൻ പാടില്ല. ഇതൊരു ഹാർഡ് ലിമിറ്റാണ്, ഇതിനപ്പുറത്തേക്ക് നമ്മൾ പോകാൻ പാടില്ല. പക്ഷേ ഇതിനകത്ത് നിൽക്കുമ്പോഴും ഇതിൻ്റെ ഈ ഇപ്പം 75 volts തന്നെ നമ്മൾ ഇൻവേഴ്സ് വോൾട്ടേജ് കൊടുക്കുകയാണെങ്കിൽ ഇതിനകത്ത് പറയുന്ന എല്ലാ ക്യാരക്ടറിസ്റ്റിക്സും ഇതിൻ്റെ റെസ്റ്റ് ഓഫ് ദ സെക്ഷൻ, ഈ തെർമൽ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്നൊക്കെ പറഞ്ഞ് കുറേ അഡീഷണൽ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. സോ ഈ ക്യാരക്ടറിസ്റ്റിക്സ് ഒന്നും എന്താ പറയുക മീറ്റ് ചെയ്യണമെന്നില്ല. സോ അതുകൊണ്ട് ഈ അബ്സല്യൂട്ട് മാക്സിമം റേറ്റിംഗ്സ് ഡിവൈസ് റിലയബിളായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ ഡിവൈസ് എന്താ പറയുക ഡാമേജ്ഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ലിമിറ്റ്സ് ആണ്. സോ ഇതിനകത്തൊരു ലിമിറ്റ്സ് ഉണ്ട്. ആ ലിമിറ്റ്സ് വരെയാണ് നമുക്ക് ഈ ഡിവൈസസ് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ആ ലിമിറ്റ്സ് നമുക്കിവിടെ അടുത്ത സെക്ഷൻസ് ആയിട്ട് അബ്സല്യൂട്ട് മാക്സിമം റേറ്റിംഗ്സ് കഴിഞ്ഞിട്ടുള്ള സെക്ഷൻസിൽ നമുക്ക് കാണാം. തെർമൽ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്, എത്രയാണ് മാക്സിമം ഈ ഡിവൈസിൽ ഡിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്ന ടെമ്പറേച്ചർ എന്നുള്ളത്, അല്ലെങ്കിൽ പവർ എന്നുള്ളത്, തെർമൽ പവർ എന്നുള്ളത്. സോ ഇതൊക്കെ എടുത്തിരിക്കുന്നത് ഒരു റെഫറൻസ് കണ്ടീഷനിലായിരിക്കും. സോ ഇവിടെ ആംബിയൻറ്റ് ടെമ്പറേച്ചർ ഈക്വൽ ടു 25 degrees Celsius അൺലെസ് അതർവൈസ് നോട്ടഡ് എന്നും പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. സോ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഡി റൈറ്റ് എബവ് 25 degrees Celsius. അതായത് ആംബിയൻറ്റ് ടെമ്പറേച്ചർ 25 degrees Celsius മേളിലാണെന്നുണ്ടെങ്കിൽ ഇത്രയും പവർ ഇതിന് ഡിസിപ്പേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. സോ 26 degrees ആണെന്നുണ്ടെങ്കിൽ 3.33 milliwatt കുറച്ച് മാത്രമേ, അതായത് 500 - 3.33 millivolt മാത്രമേ 26 degrees ഇതിനെ ഡിസിപ്പേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ആ ഡി റേറ്റിംഗ് ഫാക്ടറും കൊടുത്തിട്ടുണ്ട്. പിന്നീട് തെർമൽ റെസിസ്റ്റൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് ഹയർ ക്ലാസ്സിൽ നിങ്ങൾ ഡിവൈസസിനെ കുറിച്ച് പഠിക്കുമ്പോൾ നിങ്ങൾ ക്ലിയർ ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നതാണ്. സോ ആ തെർമൽ ക്യാരക്ടറിസ്റ്റിക്സ് ചിലപ്പോൾ ഈ അബ്സല്യൂട്ട് മാക്സിമം റേറ്റിംഗ്സുമായിട്ട് തന്നെ കമ്പൈൻഡ് ആയിരിക്കും ചില ഡിവൈസസിൻ്റെ കേസിൽ. അതിനുശേഷം എല്ലാ ഡിവൈസസിനും ഉള്ള രണ്ടാമത്തെ ഒരു സെക്ഷനാണ് ഇലക്ട്രിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞുള്ളത്. ഓക്കെ, സോ ഇവിടെ ഡിവൈസ് സ്പെസിഫിക് ആയിട്ടുള്ള കുറേ പാരാമീറ്റേഴ്സാണ്. ഇപ്പോൾ ഡയോഡ് ആണെന്നുണ്ടെങ്കിൽ അത് ഒരു സൈഡിലോട്ട് കണ്ടക്ട് ചെയ്യണം, മറ്റേ സൈഡിൽ കണ്ടക്ട് ചെയ്യരുത്. റിവേഴ്സ് ബയസ് ചെയ്യുമ്പോൾ അത് കണ്ടക്ട് ചെയ്യരുത്. ഓക്കെ, സോ അതിൻ്റെ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് എത്രയാണ്, അതിൻ്റെ റിവേഴ്സ് കറൻറ്റ് എത്രത്തോളം വരും, എത്ര നാനോ ആംപിയർ റിവേഴ്സ് ബയസ് ചെയ്തിരിക്കുമ്പോൾ എത്ര നാനോ ആംപിയർ ലീക്കേജ് കറണ്ട് വരും. ഓക്കെ, ഫോർവേഡ് വോൾട്ടേജ് എത്രയായിരിക്കും, അത് ഡിഫറെൻറ്റ് കറൻസിൽ ഡിഫറെൻറ്റ് ഫോർവേഡ് കറൻസിലുള്ള വോൾട്ടേജസ് ഉണ്ട്. ഓക്കെ, സോ ഇത് സാധാരണഗതിയിൽ ഒരു ടെസ്റ്റ് കണ്ടീഷൻസ് പറഞ്ഞിരിക്കും. ഈ ഒരു ടേബിളിൽ ടെസ്റ്റ് കണ്ടീഷൻസ് പറഞ്ഞിരിക്കും. സോ ഓരോ ടെസ്റ്റ് കണ്ടീഷനിലും ഓരോ ഡിഫറെൻറ്റ് വാല്യൂസ് ആയിരിക്കും ഈ റിസൾട്ട് പാരമീറ്ററിന് വരുന്നത്. ഫോർവേഡ് വോൾട്ടേജ് ആണെങ്കിൽ അത് ഓരോ ഡിഫറെൻറ്റ് കറൻറ്റിലും ഡിഫറെൻറ്റ് ഫോർവേഡ് കറൻറ്റിലും ഡിഫറെൻറ്റ് ഫോർവേഡ് വോൾട്ടേജ് ആണ്. 0.7 volts നോമിനൽ നമ്മൾ പറയുമെങ്കിൽ കൂടി അത് 0.62 volt മുതൽ 1 volt വരെ എവിടെ വേണമെങ്കിലും ആകാം, ഡിപ്പെൻഡിങ് അപ്പോൺ ദ കറൻറ്റ്. ഓക്കെ, സോ അതാണ് ഈ ടെസ്റ്റ് കണ്ടീഷൻസ് ഈ ഇലക്ട്രിക്കൽ ക്യാരക്ടറിസ്റ്റിക്സിനകത്ത് പ്ലേ ചെയ്യുന്ന ഇമ്പോർട്ടൻസ്. പിന്നീട് നമ്മൾ അതിൻ്റെ കോളംസ് നോക്കുകയാണെങ്കിൽ,
സോ ഈ ടേബിളിൻ്റെ കോളംസ് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു മിനിമം ഉണ്ട്, ഒരു മാക്സിമം ഉണ്ട്. ഓക്കെ, ഇനി ചില ഡേറ്റ ഷീറ്റ്സ് വരുമ്പോഴത്തേന് ഇതിനൊരു ടിപ്പിക്കൽ TYP എന്ന് പറയുന്ന ഒരു കോളവും കൂടെ കാണും. ഓക്കെ, സോ ഈ ഓരോ പാരാമീറ്റേഴ്സിനും ഈ ഒരു പോപ്പുലേഷൻ വേരിയൻസ് ആണ്. അതായത് ഒരു സിംഗിൾ വേഫറിൽ നിന്ന് അല്ലെങ്കിൽ കുറേ ഡയോഡ്സ് നമ്മൾ ഉണ്ടാക്കും. ഓക്കെ, ഇപ്പം 1N4148 ആണെന്നുണ്ടെങ്കിൽ ഒരു ഫുൾ 12 mm ഒരു അല്ലെ 12 ഇഞ്ചിൻ്റെ ഒരു വേഫർ കാണും. ഈ വേഫറിനകത്ത് തൗസൻഡ്സ് ഓഫ് 1N4148 ഡയോഡ്സിൻ്റെ സിലിക്കൺ പീസസ് ആണ്. ഇത് നമ്മൾ കട്ട് ചെയ്തെടുത്ത് ഈ പ്ലാസ്റ്റിക് മോൾഡ് ചെയ്തെടുത്താണ് ഈ ഒരു ഡയോഡായിട്ട് നമുക്ക് വരുന്നത്. സോ അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഫുൾ വേഫറിലുള്ള എല്ലാ ഡയോഡ്സും എക്സാക്ട്ലി ഐഡൻറ്റിക്കൽ ആയിരിക്കത്തില്ല. ഓക്കെ, അപ്പോൾ ഈ 1N4148 എന്നും പറഞ്ഞ് മാർക്കറ്റ് ചെയ്യുന്ന ഈ ഡിവൈസസിൻ്റെ എന്താ പറയണ്ടേ, ഈ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് ഇതിനൊരു റേഞ്ചാണ്, അല്ലെങ്കിൽ ബെറ്റർ എക്സാമ്പിൾ ഈ ഫോർവേഡ് വോൾട്ടേജ് ആണ്. ഇതിനൊരു റേഞ്ച് ഉണ്ട്. 1N914 അല്ലെങ്കിൽ 1N4448 എന്ന് പറഞ്ഞ് മാർക്കറ്റ് ചെയ്യുന്ന ഈ ഡിവൈസിൽ 5 mA ഫോർവേഡ് കറണ്ട് നമ്മൾ കൊടുക്കുമ്പോഴത്തേക്കിന് ഇതിൻ്റെ ഫോർവേഡ് വോൾട്ടേജ് അല്ലെങ്കിൽ ജംഗ്ഷൻ വോൾട്ടേജ് 0.62 വോൾട്ട് മുതൽ 0.72 വോൾട്ട് വരെ എവിടെയെങ്കിലും ആയിരിക്കും. അതായത് നമ്മൾ 2 4148 അല്ലെങ്കിൽ 4448 ഡയോഡ് വാങ്ങിച്ചു. അപ്പോൾ ഒരെണ്ണത്തിൻ്റെ ഫോർവേഡ് വോൾട്ടേജ് രണ്ടിലും 5 mA കറണ്ട് തന്നെ പാസ് ചെയ്ത് ഫോർവേഡ് ബയാസ് ചെയ്ത് 5 mA കറണ്ട് തന്നെ പ്രിസൈസ്ലി നമ്മൾ പാസ് ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ മൾട്ടിമീറ്റർ വെച്ച് ഇതിനെ ക്രോസ് ആയിട്ട് മെഷർ ചെയ്യുമ്പോൾ ഒരു ഡയോഡിന് ചിലപ്പോൾ 0.63 വോൾട്ട് ആയിരിക്കും, ഒരു ഡയോഡിന് ചിലപ്പോൾ 0.7 വോൾട്ട്സ് ആയിരിക്കും. ഓക്കെ, സോ ഒരു ബാച്ചിൽ അല്ലെങ്കിൽ 4448 എന്ന് പറയുന്ന ഈ ഡയോഡിൻ്റെ ഏതെങ്കിലും 2 റാൻഡം സാമ്പിൾസ് എടുത്തു കഴിഞ്ഞാൽ വേഴ്സ്റ്റ് കേസിൽ അതിന് വരാവുന്നത് 0.62 വോൾട്ട്സും ഏറ്റവും ലോവസ്റ്റ് വോൾട്ടേജ് ഉള്ള ഒരു സാമ്പിൾ വരുമ്പോഴത്തേന് 0.62 വോൾട്ട്സ് ഫോർവേഡ് വോൾട്ടേജും ഹയസ്റ്റ് എമൗണ്ട് ഓഫ് വോൾട്ടേജ് ഫോർവേഡ് വോൾട്ടേജ് വരുന്ന ഒരു പാർട്ട് വരുമ്പോഴത്തേന് 0.72 വോൾട്ട്സ് ഫോർവേഡ് വോൾട്ടേജും വരും എന്നുള്ളതാണ് ഈ ഒരു ടേബിൾ കൊണ്ട് നമുക്ക് ഈ മിനിമം ആൻഡ് മാക്സിമം കോളം കൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത് കൂടാതെ ഇതിനകത്തൊരു ടിപ്പിക്കൽ ഇതും വരും. ഓക്കെ, സോ ഈ ടിപ്പിക്കൽ എന്ന് പറയുന്ന കോളമുള്ള കേസസിൽ അത് ടിപ്പിക്കൽ വാല്യൂ ആണ്, മിനിമം അല്ല മാക്സിമം അല്ല. മിനിമം മാക്സിമം എന്ന് പറയുന്ന അവർ ഗ്യാരണ്ടി ചെയ്യുന്ന ഒരു ലിമിറ്റ്സ് ആണ്. ബട്ട് ടിപ്പിക്കൽ വരുന്ന ഒരു കേസിൽ വരുന്ന ഡേറ്റ ഷീറ്റ്സിലൊക്കെ മെജോറിറ്റി, അതായത് 99% ഓഫ് ദ ഡിവൈസസ് ദാറ്റ് ദ മാനുഫാക്ചർ ഈസ് സെല്ലിംഗ്, ഇറ്റ് വിൽ ഹാവ് ദാറ്റ് ടിപ്പിക്കൽ വാല്യൂ ഓർ ക്ലോസ് ടു ദാറ്റ് ടിപ്പിക്കൽ വാല്യൂ. ഇനി 1%, ആ റിമൈനിങ് 1%-ന് അതിൻ്റെ സ്പ്രെഡ് എന്ന് പറയുന്നത് മിനിമം വാല്യൂ മുതൽ മാക്സിമം വാല്യൂ വരെ എവിടെയെങ്കിലും ആയിരിക്കും. സോ നമ്മൾ ലക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ മിക്കവാറും ടിപ്പിക്കൽ വാല്യൂ തന്നെയായിരിക്കും നമുക്ക് കിട്ടുന്ന ഡിവൈസിന് ഇത് ക്യാരക്ടറിസ്റ്റിക്സ്. ഓക്കെ, ബട്ട് നമ്മൾ സാധാരണ രീതിയിൽ ഒരു പ്രോഡക്റ്റ് ഡിസൈൻ ചെയ്യുന്നത് ഒരു മാസ് പ്രൊഡക്ഷന് വേണ്ടിയിട്ടാണ്. നമ്മളൊരു കമ്പനിയിൽ ഒരു ബോർഡ് ഡിസൈൻ ചെയ്യുവാണെങ്കിൽ അതൊരു മാസ് പ്രൊഡക്ഷന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ചിലപ്പം 1 million യൂണിറ്റ്സ്, ഒരു മൊബൈൽ ഫോൺ നിങ്ങൾ ഡിസൈൻ ചെയ്യുവാണെങ്കിൽ അത് ചിലപ്പം 1 million യൂണിറ്റ്സ് ആയിരിക്കും അതിൻ്റെ മാനുഫാക്ചറിങ്. അപ്പോൾ 99% കേസിൽ നിങ്ങൾക്ക് എന്താ പറയണ്ടേ, ടിപ്പിക്കൽ വാല്യൂ തന്നെ കിട്ടുമെങ്കിലും 1 million യൂണിറ്റ്സ് നിങ്ങൾ മാനുഫാക്ചർ ചെയ്യുമ്പോഴത്തേക്കിന് അതിൽ ഒരു നല്ലൊരു നമ്പർ, സേ 1000 അല്ലെങ്കിൽ 10,000 ഡിവൈസസിൽ ഈ പറയുന്ന മിനിമം റേഞ്ചിനോട് ക്ലോസ് ആയിട്ടോ മാക്സിമം റേഞ്ചിനോട് ക്ലോസ് ആയിട്ടോ ഉള്ള പാർട്സ് നിങ്ങൾ യൂസ് ചെയ്യും. അപ്പോൾ നിങ്ങൾ എപ്പോഴും ഡിസൈൻ ചെയ്യുമ്പോഴത്തേന് കൺസർവേറ്റീവ് റേഞ്ചിനാണ് ഡിസൈൻ ചെയ്യുന്നത്, മിനിമത്തിനോ മാക്സിമത്തിനോ വെച്ചാണ് ഡിസൈൻ ചെയ്യുന്നത്. ഓക്കെ, സോ അത് നിങ്ങൾ ഈ ഡിസൈൻ കോഴ്സസ് ഹയർ സെമസ്റ്റേഴ്സിൽ നിങ്ങൾ അതിനെക്കുറിച്ച് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഐഡിയ വരും. സർക്യൂട്ട്സും ഡിവൈസസും ഒക്കെ കുറച്ചുകൂടെ ഇൻ ഡെപ്ത് നിങ്ങൾ പഠിക്കുമ്പോഴത്തേക്കിന്, എസ്പെഷ്യലി സർക്യൂട്ട്സ് പഠിക്കുമ്പോഴത്തേക്കിന് നിങ്ങൾ ഇതിൽ ഏത് പാരാമീറ്ററാണ് നിങ്ങളുടെ ഡിസൈനിൽ മിനിമം ആണ് യൂസ് ചെയ്യേണ്ടത്, മാക്സിമം ആണോ നിങ്ങളുടെ ഡിസൈനിൽ യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾക്ക് നല്ലൊരു ഐഡിയ കിട്ടും. ഓക്കെ, സോ ഇതൊക്കെയാണ് ഈ ഇലക്ട്രിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്ന സെക്ഷൻ. ഇത് നമ്മുടെ ഡിസൈനിന് വേണ്ടിയിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ്.
ഓക്കെ, അബ്സല്യൂട്ട് ഇതിന് മുമ്പുള്ള അബ്സല്യൂട്ട് മാക്സിമം റേറ്റിംഗ് സെക്ഷന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം, അത് ഒരു കാരണവശാലും എക്സീഡ് ചെയ്യരുത്. ഓക്കെ, സോ ടിപ്പിക്കലി നമ്മൾ ഇലക്ട്രിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് മീറ്റ് ചെയ്യുവാണെങ്കിൽ അബ്സല്യൂട്ട് മാക്സിമം ക്യാരക്ടറിസ്റ്റിക്സ് മീറ്റഡ് ആവും. പക്ഷെ ചില പാരാമീറ്റേഴ്സിൽ ഇപ്പോൾ നമുക്ക് ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അന്നേരം നമ്മൾ അബ്സല്യൂട്ട് മാക്സിമം ക്യാരക്ടറിസ്റ്റിക്സ് റെഫർ ചെയ്യണം. അപ്പോൾ ഈ ഇലക്ട്രിക്കൽ ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ സെക്ഷൻ കഴിഞ്ഞിട്ട് പിന്നീട് പലരും ഒരു ഗ്രാഫ്സിൻ്റെ ഒരു സെക്ഷൻ കാണും. ടിപ്പിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ്, അതായത് ഈ ഒരു ടേബിളിൽ ടിപ്പിക്കൽ എന്ന് പറയുന്ന ഒരു കോളവും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ആ കോളത്തിലുള്ള വാല്യൂസ് അതിൻ്റെ ടെമ്പറേച്ചർ വേരിയേഷന് അല്ലെങ്കിൽ അതിൻ്റെ ഒരു പാരാമീറ്റർ സ്വീപ്പ് നിങ്ങൾക്ക് ഇവിടെ കാണിക്കാം. ഈ ഒരു ഗ്രാഫ് സെക്ഷനിൽ കാണും. അപ്പോൾ അത് പല ഡേറ്റ ഷീറ്റ്സിലും കാണും, അതില്ലാത്ത ഡേറ്റ ഷീറ്റ്സും ഉണ്ട്. സോ ഡിപ്പെൻഡിങ് അപ്പോൺ മാനുഫാക്ചർ അവരത് കാണിക്കാതിരിക്കാം. സോ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നീട് ചില പ്രോഡക്ട്സിന് വരുമ്പോഴത്തേനും മെക്കാനിക്കൽ ഇൻഫർമേഷൻ ഇൻ ഡീറ്റെയിൽ ആണ്. നമുക്ക് വേറൊരു ഡേറ്റ ഷീറ്റ് നോക്കാം. സോ ഇതൊരു ട്രാൻസിസ്റ്ററിൻ്റെ ഡേറ്റ ഷീറ്റാണ്. സോ ഇതിനകത്ത് എങ്ങനെയാണ് നമുക്ക് നോക്കാം. സോ ഇതിനകത്തും നമുക്ക് ആദ്യമേ ഒരു ഡിസ്ക്രിപ്ഷൻ, ഒരു ബ്രീഫ് ഡിസ്ക്രിപ്ഷനൊക്കെ ഉണ്ട്. അതിനുശേഷം അബ്സല്യൂട്ട് മാക്സിമം റേറ്റിംഗ്സ് ഉണ്ട്. സോ അതിൻ്റെ പിന്നൗട്ട്സും എല്ലാം കാണിച്ചിട്ടുണ്ട് ഇവിടെ. സോ ഇവിടെ നമുക്കതിൻ്റെ ഒരു പിന്നൗട്ട് കാണിച്ചിട്ടുണ്ട്. അബ്സല്യൂട്ട് മാക്സിമം റേറ്റിംഗ്സ് ഉണ്ട്, ഇലക്ട്രിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. അതിനുശേഷം ഈ പാരാമീറ്റർ സ്വീപ്പ് ഗ്രാഫുകളുണ്ട്. അതിനുശേഷം ഒരു പാക്കേജിങ് ഇൻഫർമേഷൻ ഉണ്ട്. ഹലോ, സോ പാക്കേജിങ് ഇൻഫർമേഷൻ, നമുക്ക് പാക്കേജിങ് ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട്. ഈ പാക്കേജിങ് ഇൻഫർമേഷനിൽ ഇതിൻ്റെ മെക്കാനിക്കലി ഇതെങ്ങനെയാണ് എന്നുള്ളതും ഇതിൻ്റെ ഓരോ പിന്നുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഇതെല്ലാം പ്രിസൈസായി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓട്ടോമേറ്റഡ് മൗണ്ടിങ്, അതായത് PCB ഫാബ്രിക്കേഷനിൽ കുറേ ഓട്ടോമേഷൻസ് നമ്മൾ യൂസ് ചെയ്യും. ഈ പിക്ക് ആൻഡ് പ്ലേസ് മെഷീൻസും ഒക്കെ യൂസ് ചെയ്യും. അപ്പോൾ അതിനെയൊക്കെ പ്രോഗ്രാം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഇൻഫർമേഷൻസ് യൂസ്ഫുള്ളാണ്. അത് കൂടാതെ ഓർഡറിങ് ഇൻഫർമേഷൻ പലയിടത്തും കാണും, അതായത് പല രീതിയിൽ. സോ വേറൊരു ഡേറ്റ ഷീറ്റ് നോക്കാം, BA157 എന്ന് പറയുന്ന ഒരു ഡേറ്റ ഷീറ്റ്. അപ്പോൾ ഇതിനകത്ത് ഓർഡറിങ് ഇൻഫർമേഷൻ ഉണ്ട്. സോ റീലായിട്ടാണോ ടേപ്പായിട്ടാണോ എന്നൊക്കെയുള്ള, എങ്ങനെയാണ് നമുക്കിത് ഈ ഡിവൈസ് ഇപ്പം ലാർജ് നമ്പേഴ്സിൽ നമ്മൾ കമ്പനിയിലേക്ക് ഓർഡർ ചെയ്യുകയാണ്. സോ 1000 നമ്പേഴ്സ് അല്ലെങ്കിൽ 1 മില്യൺ ഡയോഡ്സ് നമ്മൾ ഓർഡർ ചെയ്യുന്നു. അപ്പോൾ അത് വരുന്നത് നമുക്ക് മൾട്ടിപ്പിൾ റീൽസ് ആയിട്ടൊക്കെ ആയിരിക്കും വരുന്നത്. അപ്പോൾ അതിനകത്തുള്ള സ്പെസിഫിക്കേഷൻസ്, എത്ര ഡിസ്റ്റൻസ് ഇട്ടാണ് ഈ കമ്പോണൻസ് പ്ലേസ് ചെയ്തിരിക്കുന്നത്, അങ്ങനെയുള്ള ഒരു ഇൻഫർമേഷൻ നമുക്ക് ഡേറ്റ ഷീറ്റിൻ്റെ എൻഡിലായിട്ടാണ്. സോ ഇനിയും ഇതിനകത്ത് ഈ ഡേറ്റ ഷീറ്റിൽ നമുക്ക് കിട്ടാത്ത ഒരു പ്രധാന പാരാമീറ്റർ ഇതിൻ്റെ പ്രൈസിങ് ആണ്. കാരണം ഇത് ഒരു ഡൈനാമിക്കാണ്, പ്രൈസിങ് ഡൈനാമിക്കാണ്. സോ ഇനീഷ്യലി ഒരു ഡിവൈസ് ഒരു കമ്പനി മാനുഫാക്ചർ ചെയ്യുമ്പോഴത്തേന് അത് ഇത്തിരി എക്സ്പെൻസീവ് ആയിരിക്കും. ഓവർ കോഴ്സ് ഓഫ് ടൈം അവർ ആ സെയിം മാസ്ക് റീയൂസ് ചെയ്യുവാണ്. ഈ ഫാബ്രിക്കേഷൻ പ്രോസസ്സുകളും എല്ലാം അതിനുവേണ്ടിയുള്ള ഇൻസ്ട്രുമെൻറ്റ്സും എല്ലാം അവർ റീയൂസ് ചെയ്യുവാണ്. അപ്പോൾ ഓവർ കോഴ്സ് ഓഫ് ടൈം അവർക്ക് അതിൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് കുറഞ്ഞു വരും. അപ്പോൾ അതിനനുസരിച്ച് അവരതിൻ്റെ പ്രൈസും കുറച്ച് വരും. സോ പ്രൈസിങ് ഇൻഫർമേഷൻ ഒരിക്കലും ഒരു ഡേറ്റ ഷീറ്റിൽ കൊടുക്കത്തില്ല. ഡേറ്റ ഷീറ്റ് ഒരു പെർപെച്വൽ ഡോക്യുമെൻ്റ് ആണ്. അത് ആ പാർട്ട് നമ്പറിൽ പഴയ ഡോക്യുമെൻ്റ് ആണെങ്കിലും പുതിയ ഡോക്യുമെൻ്റ് ആണെങ്കിലും എല്ലാം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡോക്യുമെൻ്റാണ്. അതൊരു പെർപെച്വൽ ഡോക്യുമെൻ്റാണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ ഇങ്ങനെ ടൈം അനുസരിച്ച് ചേഞ്ച് ചെയ്യുന്ന ഒരു പ്രൈസിങ് ഇൻഫർമേഷനൊന്നും ആരും കൊടുക്കത്തില്ല. അപ്പോൾ അത് അവരുടെ സൈറ്റിൽ പോവുക, സൈറ്റിൽ നിന്ന് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ അതിൽ ക്വാണ്ടിറ്റി അനുസരിച്ചായിരിക്കും അതിൻ്റെ വില വരുന്നത്. അപ്പോൾ ചെറിയ ക്വാണ്ടിറ്റീസ് ഒരെണ്ണം അല്ലെങ്കിൽ 2 എണ്ണം ഒക്കെ ആയിട്ട് വാങ്ങിക്കുന്നതിന് ഭയങ്കര എക്സ്പെൻസീവ് ആയിരിക്കും. അതേസമയം 1000 ആണ് അല്ലെങ്കിൽ ഒരു 10,000 1 മില്യൺ അങ്ങനെയുള്ള ഒരു ലാർജ് നമ്പറിലേക്ക് വാങ്ങിക്കുന്നത്. ഇപ്പം തന്നെ നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന ഒരു ടേബിളുണ്ട്. ഈ ടേബിളിൽ നിങ്ങൾക്ക് ഷിപ്പിംഗ് ക്വാണ്ടിറ്റി കാണിച്ചിട്ടുണ്ട്. 5000 നമ്പേഴ്സ് പെർ ടേപ്പ് ഓർ റീൽ അല്ലെങ്കിൽ ടേപ്പ് ഓർ ബോക്സ് എന്ന് പറഞ്ഞാണ് കാണിച്ചിരിക്കുന്നത്.
അപ്പോൾ 1000 അല്ലെങ്കിൽ 5000 അല്ലെങ്കിൽ 10,000 യൂണിറ്റ്സിൻ്റെ മൾട്ടിപ്പിളായിട്ട് അവർ ഷിപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർ വളരെ കോമ്പറ്റീറ്റീവായിട്ടുള്ളൊരു പ്രൈസിങ്ങിലായിരിക്കും ഈ കമ്പനി തരുന്നത്. അതേസമയം 10 യൂണിറ്റ്സ് അല്ലെങ്കിൽ 5 യൂണിറ്റ്സ് ഒക്കെ ആയിട്ട് ഷിപ്പ് ചെയ്യാൻ നേരത്ത് അവർ കുറച്ചുകൂടി എക്സ്പെൻസീവായിട്ടായിരിക്കും സ്പെസിഫൈ ചെയ്യുന്നത്. ഓക്കെ, സോ അത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. നമ്പർ ഓഫ് യൂണിറ്റ്സ് നിങ്ങൾ എത്ര എണ്ണം ഓർഡർ ചെയ്യുന്നു എന്നുള്ളതനുസരിച്ചാണ് നിങ്ങളുടെ പെർ യൂണിറ്റിൻ്റെ പ്രൈസ് വരുന്നത്. ഓക്കെ, സോ അപ്പോൾ നിങ്ങൾക്ക് ഇനിയും ഒരു പ്രോഡക്റ്റ്, അപ്പോൾ അതിനകത്ത് കുറേ ഡയോഡ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് കുറേ ഡയോഡ്സ്, കുറേ ട്രാൻസിസ്റ്റേഴ്സ്, കുറേ റെസിസ്റ്റേഴ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ ടോട്ടൽ ഡിവൈസിൻ്റെ അല്ലെങ്കിൽ ഒരു ടോട്ടൽ സർക്യൂട്ടിൻ്റെ കോസ്റ്റ് എത്രയാണ് എന്നുള്ളത് നിങ്ങൾ എങ്ങനെ എസ്റ്റിമേറ്റ് ചെയ്യും? അത് നിങ്ങൾ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര യൂണിറ്റ്, എത്ര നമ്പർ ഓഫ് ഡയോഡ്സ് വേണം, BA157 എന്ന് പറയുന്ന ഡയോഡ് എത്ര എണ്ണം വേണം, അതിനെക്കുറിച്ച് നിങ്ങൾക്കൊരു ധാരണ വേണം. എത്ര സർക്യൂട്ട്സ് നിങ്ങൾ ഫാബ്രിക്കേറ്റ് ചെയ്യുന്നു എന്നുള്ളതനുസരിച്ചിരിക്കും നിങ്ങൾക്ക് എത്ര ഡിവൈസസ് വേണം എന്നുള്ളത് മനസ്സിലാക്കുന്നത്. സോ ഇപ്പോൾ നിങ്ങൾക്ക് 1000 സർക്യൂട്ട്സ് ഫാബ്രിക്കേറ്റ് ചെയ്യാനാണ് നിങ്ങളുടെ കമ്പനിയുടെ ഉദ്ദേശം. അപ്പോൾ ഈ 1000 ഒരു സർക്യൂട്ടിനകത്ത് 5 BA157 ഡയോഡ്സ് വേണം. അപ്പോൾ നിങ്ങൾക്ക് ടോട്ടൽ 5000 BA157 ഡയോഡ്സ് വേണം. അതുപോലെ ഒരു BC547 ട്രാൻസിസ്റ്റർ നിങ്ങൾക്കൊരു 1000 നമ്പേഴ്സ് വേണം. ഓക്കെ, ഒരു IC മേ ബി അല്ലെങ്കിൽ വേറൊരു റെസിസ്റ്റർ മേ ബി നിങ്ങൾക്കൊരു 50,000 നമ്പേഴ്സ് വേണം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ നമ്പർ ഓഫ് സർക്യൂട്ട്സിൻ്റെ ബേസിസിലും നമ്പർ ഓഫ് ഡിവൈസസ് പെർ സർക്യൂട്ടിൻ്റെ ബേസിസിലും അപ്പോൾ അത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് ടോട്ടൽ നമ്പർ ഓഫ് യൂണിറ്റ്സ് എത്ര ഓർഡർ ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾക്കൊരു ഐഡിയ വരും. അത് വെച്ച് നിങ്ങൾ ഈ മാനുഫാക്ചറുടെ സൈറ്റിലോ അല്ലെങ്കിൽ മാനുഫാക്ചറുടെ സപ്ലയേഴ്സ് ഉണ്ട്, Element 14, മൗസർ അങ്ങനെയൊക്കെ പറഞ്ഞ് ഇലക്ട്രോണിക് കമ്പോണൻസിൻ്റെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ട്. മാനുഫാക്ചറർ അല്ലാതെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ട്, ഓൺലൈൻ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ട്. അപ്പോൾ അവരുടെ സൈറ്റിൽ നിങ്ങൾക്ക് കയറി പ്രൈസിങ് ഇൻഫർമേഷൻ കൊടുക്കാം. ഓക്കെ, സോ നിങ്ങൾക്ക് വേണ്ട വോളിയത്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പെർ യൂണിറ്റ് കോസ്റ്റ് വെച്ച് നിങ്ങൾ നമ്പർ ഓഫ് യൂണിറ്റ്സിനെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് വരുന്ന അപ്രോക്സിമേറ്റ് എന്തുമാത്രം പ്രൈസ് നിങ്ങൾ പേ ചെയ്യണമെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി. ഈ BA157 അതുപോലെ ഓരോ കമ്പോണൻറ്റിൻ്റെ നിങ്ങൾ നോക്കുക, അതെല്ലാം കൂടെ സം ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് അപ്രോക്സിമേറ്റ്ലി നിങ്ങളുടെ ആ ഒരു അല്ലെങ്കിൽ ഈ 1000 യൂണിറ്റ്സിന് വേണ്ടിയിട്ട് വരുന്ന ഡിവൈസസിൻ്റെ ടോട്ടൽ കോസ്റ്റ് നിങ്ങൾക്ക് കിട്ടും, കമ്പോണൻസിൻ്റെ ടോട്ടൽ കോസ്റ്റ് നിങ്ങൾക്ക് കിട്ടും, ഡയോഡ്സും റെസിസ്റ്റേഴ്സും ട്രാൻസിസ്റ്റേഴ്സും എല്ലാം. പിന്നീട് ഇത് കൂടാതെ ഡിവൈസിൻ്റെ പാക്കേജിംഗ് ഉണ്ട്, പുറത്ത് സർക്യൂട്ടിന് പുറത്ത് എന്തെങ്കിലും ബോക്സോ എല്ലാം വേണമെങ്കിൽ അത്. പിന്നെ അത് കൂടാതെ പ്രിൻറ്റഡ് സർക്യൂട്ട് ബോർഡിൻ്റെ പ്രൈസിങ്ങും ഇതേപോലെ തന്നെയാണ്. സോ കുറച്ച് വോളിയം ആയിട്ടാണെന്നുണ്ടെങ്കിൽ എക്സ്പെൻസീവ് ആയിരിക്കും. ഒരുപാട് നമ്പർ ഓഫ് സർക്യൂട്ട്സ് അല്ലെങ്കിൽ ഒരുപാട് നമ്പർ ഓഫ് പ്രിൻറ്റഡ് സർക്യൂട്ട് ബോർഡ് നിങ്ങൾ ബൾക്കായിട്ട് ഓർഡർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പെർ യൂണിറ്റിൽ പ്രൈസ് കുറഞ്ഞിരിക്കും. സെയിം ഡിവൈസിൻ്റെ അതേ രീതിയിൽ തന്നെയാണ്. സോ അത് കോൺട്രാക്ട് മാനുഫാക്ചറേഴ്സ് ഉണ്ട്, അവരുടെ സൈറ്റിൽ കയറി നിങ്ങൾക്ക് നോക്കാം. അപ്പോൾ ഈ ഇൻഫർമേഷൻസ് എല്ലാം വെച്ച് നിങ്ങൾക്ക് ഒരു പെർ യൂണിറ്റിൽ നിങ്ങൾക്ക് വരുന്ന കോസ്റ്റ്, നിങ്ങളുടെ കമ്പനിക്ക് വരുന്ന കോസ്റ്റ് നിങ്ങൾക്ക് എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റും. സോ ഇതിൻ്റെ ബേസിസിലാണ് പിന്നീട് നിങ്ങൾ പ്രോഡക്റ്റ് പ്രൈസ് ചെയ്യുന്നത്, എത്ര പ്രൈസിന് നിങ്ങൾ വിൽക്കണം. സോ നിങ്ങൾ വിൽക്കുന്ന വില എന്തുമായാലും നിങ്ങളുടെ ഈ കമ്പോണൻസ് വാങ്ങിക്കാനായിട്ട് നിങ്ങൾക്ക് വരുന്ന ചിലവിലും കൂടിയ ഒരു വിലയ്ക്കാണ് നിങ്ങളുടെ കമ്പനിക്ക് ഒരു പ്രോഫിറ്റ് വേണം. ഓക്കെ, സോ അങ്ങനെയാണ് നിങ്ങൾ പ്രൈസ് അറൈവ് ചെയ്യുന്നത്. എന്നിട്ട് അത് നിങ്ങളുടെ കോമ്പറ്റീറ്റേഴ്സിൻ്റെ പ്രൈസുമായിട്ട് നോക്കും. സോ നിങ്ങൾക്ക് ആക്ച്വലി ഫസ്റ്റ് ഡിവൈസ് മാനുഫാക്ചർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നിങ്ങളിതെല്ലാം അനലൈസ് ചെയ്യും. നിങ്ങളുടെ കോമ്പറ്റീറ്റർ എന്ത് വിലയ്ക്കാണ് ഇക്വലൻ്റ് ആയിട്ടുള്ളൊരു അല്ലെങ്കിൽ സിമിലർ ഫങ്ഷനാലിറ്റി ഉള്ള ഒരു ഡിവൈസ് മാർക്കറ്റ് ചെയ്യണം. അപ്പോൾ അവർ നിങ്ങളെക്കാളും കോമ്പറ്റീറ്റീവ്, നിങ്ങളെക്കാളും കുറഞ്ഞൊരു വിലയ്ക്കാണ് അവർ വിൽക്കുന്നതെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ നിങ്ങളുടെ പ്രോഫിറ്റ് കുറയ്ക്കണം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് കമ്പോണൻസ് കുറയ്ക്കണം, കുറച്ചുകൂടി ഒപ്റ്റിമലായിട്ടുള്ള ഒരു സർക്യൂട്ട് അറൈവ് ചെയ്യണം. ഓക്കെ, സോ അവിടെ വെച്ച് നിങ്ങൾ സർക്യൂട്ട് റീഡ്രോ ചെയ്ത് കുറച്ചുകൂടി ഒപ്റ്റിമലായിട്ടുള്ള ഒരു സർക്യൂട്ട്, കുറച്ചുകൂടെ നമ്പർ ഓഫ് കമ്പോണൻസ് കുറയുന്ന അല്ലെങ്കിൽ ടോട്ടൽ കോസ്റ്റ് കുറയുന്ന ഒരു
ഒരു സർക്യൂട്ട് നിങ്ങൾ ഡിസൈൻ ചെയ്തെടുക്കേണ്ടത്. സോ ഇതൊക്കെയാണ് നിങ്ങൾ ഈ ഒരു ഏരിയയിൽ, അതായത് എന്താ പറയുക, PCB ഡിസൈനിങ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഡിസൈൻസ്, അങ്ങനെയുള്ള ഒരു ഏരിയയിലേക്ക് നിങ്ങൾ ജോലിക്ക് കയറുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ. സോ ഡേറ്റ ഷീറ്റിൽ നിന്ന് ഇതിലുള്ള നല്ലൊരു ശതമാനം ഇൻഫർമേഷനും നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, സോ ഇനി നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡേറ്റ ഷീറ്റ് നിങ്ങൾക്ക് ഏതെങ്കിലും 1-2 കമ്പോണൻസിൻ്റെ ഡേറ്റ ഷീറ്റ് ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടേതായുള്ള രീതിയിൽ നിങ്ങൾ കുറച്ച് ടൈം അതിൽ സ്പെൻഡ് ചെയ്യുക. ഓക്കെ, റൈറ്റ്.